ഖുർആൻ അകമ്പൊരുളിൽ സൂറത്ത് ബഖറ 115-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണം. വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബു ഫഅയ്നമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ് ഇന്നല്ലാഹ വാസിഉൻ അലീം. കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിൻ്റേതാണ്, അല്ലെങ്കിൽ അസ്തമയ സ്ഥാനവും ഉദയസ്ഥാനവും അള്ളാഹുവിൻ്റേതാണ്. മശ്രിഖ് മഗ്രിബ് എന്ന് പറയുമ്പോൾ പടിഞ്ഞാറ് കിഴക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ അസ്തമയ സ്ഥാനം ഉദയസ്ഥാനം എന്നും പറയാം. ഫൈനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്, നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ വജ്ഹുണ്ട്, എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സാന്നിധ്യമുണ്ട്. വജ്ഹ് എന്നതിന് നേർക്ക് നേരെ മുഖം എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്നല്ലാഹ വാസിഉൻ അലീം, അള്ളാഹു വിശാലനാണ്, അവൻ സർവജ്ഞനുമാണ്. ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഇതിൻ്റെ വിശദീകരണത്തിൽ അകമ്പൊരുളുകാരൻ പറയുന്നത്, ഉദയസ്ഥാനം അസ്തമയസ്ഥാനം എന്നിങ്ങനെയാണ് വാക്യപ്രയോഗം. ഇത് രണ്ട് ദിക്കുകളാണ്, രണ്ട് സംസ്കാരങ്ങളാണ്. എന്നാൽ ഒന്ന് മറ്റൊന്നിനേക്കാൾ ശ്രേഷ്ഠമോ നിന്ദ്യമോ ആകാവതല്ല. ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതകളും സവിശേഷതകളും എന്ന പോലെ ന്യൂനതകളും പോരായ്മകളും ഉണ്ടാകാം. പടിഞ്ഞാറ് പിശാചിൻ്റേതും കിഴക്ക് ദൈവത്തിൻ്റേതുമെന്നോ മറിച്ചോ കരുതുന്നത് ശരിയല്ല. ഇതിലുള്ള അബദ്ധം എന്താന്ന് പറഞ്ഞാൽ, ഒന്ന് കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിൻ്റേതാണ് എന്ന് പറയുമ്പോൾ ഇത് രണ്ട് സംസ്കാരങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ലോകത്ത് ഇന്ന് നിലവിലുള്ള ഏത് സംസ്കാരവും അള്ളാഹുവിൻ്റേതാണ്. അങ്ങനെയാണോ വസ്തുത? സംസ്കാരം എന്ന് പറയുന്നത് മനുഷ്യൻ കരുപിടിപ്പിച്ചിട്ടുള്ള കാലക്രമേണ അവൻ വളർത്തിയെടുത്തിട്ടുള്ള അവൻ്റെ ജീവിത രീതി. അതിൽ വിശ്വാസങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, അതുപോലെ സമ്പ്രദായങ്ങളുണ്ട്, അങ്ങനെ പലതുമുണ്ട്. ഇതിൽ അള്ളാഹുവുമായി ബന്ധപ്പെട്ട ആ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളോട് പൊരുത്തപ്പെടുന്നതും പൊരുത്തപ്പെടാത്തതുമായിട്ടുള്ള രണ്ട് തരം സംസ്കാരങ്ങളുണ്ട്. രണ്ട് തരം വിശ്വാസങ്ങൾ, രണ്ട് തരം ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, സമ്പ്രദായങ്ങൾ, അതായത് രണ്ട് തരം സംസ്കാരമുണ്ട്. ഇവിടെ അകമ്പൊരുളുകാരൻ്റെ വാദമനുസരിച്ചാണെങ്കിൽ ഇതൊക്കെ അള്ളാഹുവിൻ്റേതാണ്. അദ്ദേഹം പറയണത് രണ്ട് സംസ്കാരങ്ങളാണ്, പടിഞ്ഞാറും കിഴക്കും അള്ളാഹുവിൻ്റേതാണെന്ന് പറയുമ്പോൾ, രണ്ട് സംസ്കാരങ്ങളാണെന്ന് പറയുമ്പോൾ ഈ രണ്ട് സംസ്കാരങ്ങളും അള്ളാഹുവിൻ്റേതാണെന്നാണ് വരാം. അങ്ങനെ ഒരു സംഗതി ഉണ്ടാവുക. ഖുർആൻ്റെ ഒരു ചോദ്യമുണ്ട്, ഹുമാദാ ബഅദൽ ഹഖ് ഇല്ലൽ ളലാൽ, സത്യം അസത്യം അല്ലെങ്കിൽ സത്യം മിഥ്യ, ഇങ്ങനെ രണ്ട് സംഗതിയേ ഉള്ളൂ. അപ്പം അള്ളാഹുവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്താണ്? അത് സത്യത്തിൻ്റേതായിട്ടുള്ള യാഥാർത്ഥ്യത്തിൻ്റേതായിട്ടുള്ള സംസ്കാരവും ജീവിത രീതിയാണ്. മറിച്ചുള്ളത് അത് അള്ളാഹുമായിട്ടല്ല അതിൻ്റെ ബന്ധം, പിശാചുമായിട്ടാണ്. ഷിർക്കും കുഫറും ഇസ്ലാമും ഈമാനും, ഇതാണ് യഥാർത്ഥത്തിൽ രണ്ട് സംസ്കാരങ്ങളുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞത്. ഈമാനിൻ്റെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംസ്കാരമാണെങ്കിൽ അതിന് മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുത്ത് അംഗീകാരമുള്ളത്. മറിച്ച് ഷിർക്കിൻ്റെ കുഫറിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്കാരം കെട്ടിപ്പൊക്കിയിട്ടുള്ളതെങ്കിൽ അതിന് അള്ളാഹുവുമായി ബന്ധമില്ല എന്ന് മാത്രമല്ല, അത് അള്ളാഹുവിന് വിരുദ്ധമാണ്, അത് പൈശാചികമാണ്. അങ്ങനെ ഇരിക്കെ ഇവിടെ വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് എന്നതിന് രണ്ട് സംസ്കാരം എന്നെങ്ങനെയാണ് വിശദീകരണം കൊടുക്കുക?
രണ്ടാമതായി പറയുന്നത് ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതകളും സവിശേഷതകളും എന്ന പോലെ ന്യൂനതകളും പോരായ്മകളും ഉണ്ടാകാം. ഇതെന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഇവിടെ രണ്ട് തരം സംസ്കാരമുണ്ട്. ഒന്ന് ഇസ്ലാമിക സംസ്കാരം, ഒന്ന് അനിസ്ലാമിക സംസ്കാരം. ഈ രണ്ട് സംസ്കാരങ്ങളിൽ ഏത് സംസ്കാരമാണ് ശ്രേഷ്ഠം, ഏത് ശ്രേഷ്ഠമാണ് മോശമായിട്ടുള്ളത് പറയാൻ പാടില്ല. കാരണം ഈ രണ്ട് സംസ്കാരങ്ങൾക്കും ഗുണങ്ങളും ശ്രേഷ്ഠകളും നന്മകളും ഒക്കെ ഉള്ളതുപോലെ തിന്മകളും ഉണ്ടാവാം, പോരായ്മകൾ ഉണ്ടാവാം എന്നാണ് പൊരുളുകാരൻ പറയുന്നത്. അപ്പോൾ ഇസ്ലാമിനും ഇസ്ലാമിക സംസ്കാരത്തിനും പോരായ്മകൾ ഉണ്ടാവാം എന്നാണല്ലോ അദ്ദേഹം ഇതിലൂടെ വാദിക്കുന്നത്. ഇത് ഖുർആനിക വിരുദ്ധമാണോ അതോ ഖുർആനിൻ്റെ പൊരുളാണോ എന്നതാണ് ചിന്തിക്കേണ്ട ഒരു സംഗതി. അപ്പോൾ വസ്തുത വിരുദ്ധമായി ഖുർആനിക വിരുദ്ധമായി ഉള്ള കാര്യങ്ങൾ അത് ഖുർആനിൻ്റെ പേരിൽ പ്രചരിപ്പിക്കുക, അതിനാണ് ഇവിടെ ഖുർആനിൻ്റെ അകമ്പൊരുൾ എന്ന് പ്രയോഗിച്ചുകൊണ്ട് ഈ സംഗതികൾ പറയണമെന്നുള്ളതാണ്. മാത്രമല്ല ഈ അകമ്പൊരുളുകാരൻ പറയുന്ന മറ്റൊരു സംഗതി ദൈവം സർവവ്യാപിയാണ്. എന്താണ് ഈ സർവവ്യാപി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ദൈവം സർവവ്യാപിയാണ് എന്ന് പറയുന്നത് കൊണ്ട് ഹൈന്ദവ വിശ്വാസത്തിലുള്ളത് എല്ലാറ്റിലും ദൈവത്തിൻ്റെ അംശമുണ്ട് എന്നുള്ളതാണ്. എല്ലാറ്റിലും ദൈവത്തിൻ്റെ അംശമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തിനെ പൂജിച്ചാലും അതൊക്കെ ദൈവത്തെ പൂജിക്കുന്നതിന് തുല്യമാണ് എന്നാണ് അവരുടെ വിശ്വാസം. അവരുടെ വിശ്വാസം എന്നത് മാത്രമല്ല, അതാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയും. ഇവിടെ വാസി എന്ന് പറയുമ്പോൾ വിശാലൻ, ഇന്നല്ലാഹ വാസിഉൻ അലീം, അള്ളാഹു വിശാലനാണ്, അവൻ സർവജ്ഞനുമാണ് എന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ദൈവം സർവവ്യാപിയാണ് എന്ന് പറയുന്നത്. ദൈവം സർവവ്യാപിയാണ്, എവിടെയുമുള്ളവൻ, സ്ഥലകാലാതീതൻ, ദൈവ സാന്നിധ്യത്തിലല്ലാതെ ആർക്കും ഒന്നും ചെയ്യുക സാധ്യമല്ല. ഈ ദൈവം സർവവ്യാപിയാണ് എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞൊക്കെ വസ്തു ശരിയാണ്, ഖുർആനുമായിട്ട് യോജിക്കുന്ന കാര്യമാണ്. പക്ഷേ ദൈവം സർവവ്യാപിയാണ് എന്നത് ഇസ്ലാമുമായി ഖുർആനുമായി പൊരുത്തപ്പെടുന്ന ഒരു പ്രയോഗമല്ല അതെന്നുള്ളതാണ്. അത് ഹൈന്ദവ വിശ്വാസത്തിൻ്റെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ആ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാങ്കേതിക പ്രയോഗമാണ്. ദൈവം സർവവ്യാപിയാണ്. ദൈവം സർവവ്യാപിയാണെന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ അതിൽ വിശ്വസിക്കപ്പെടുന്ന ഒരു സംഗതി എല്ലാം ബ്രഹ്മമാണെന്നുള്ള. എന്താണ് അവിടെ ദേഹം മാത്രമേ നശിക്കുന്നുള്ളൂ, ദേഹി അഥവാ ആത്മാവ് അത് നശിക്കുന്നില്ല, അത് തന്നെ ബ്രഹ്മമാണ്. അപ്പോൾ ബ്രഹ്മത്തിൻ്റെ ഭാഗമാണ് ഇവിടെ സർവ്വ വസ്തുക്കളും. അപ്പോൾ ശരീരം നശിച്ചാലും ബാക്കിയൊക്കെ ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ ബ്രഹ്മം അത് ഇവിടെ പല ശരീരഘടനകളിൽ ഉൾക്കൊള്ളുന്നു, അല്ലെങ്കിൽ അതിൽ കുടിയിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെയൊക്കെ ആകത്തുക എന്ന് പറഞ്ഞത്. ഈ ഒരു വിശ്വാസത്തെ ഇസ്ലാമുമായി കൂട്ടിക്കെട്ടുക, അത് ഖുർആനിൻ്റെ പൊരുളായിട്ട് എഴുതി ചേർക്കുക അല്ലെങ്കിൽ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആനുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടുന്ന സംഗതിയല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ തെറ്റായിട്ടുള്ള വിശ്വാസത്തെ അല്ലെങ്കിൽ പരാമർശത്തെ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ അടിസ്ഥാന വിശ്വാസത്തെയാണ് ഇവിടെ ഖുർആനുമായി കൂട്ടിച്ചേർത്തിട്ട് ഖുർആനിൻ്റെ അടിസ്ഥാന വിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നുള്ളതാണ് വസ്തുത. അങ്ങനെ വരുമ്പോൾ ഇതെങ്ങനെയാണ് ഖുർആനിൻ്റെ പൊരുളായി തീരുക? ഇത് ഖുർആനിൻ്റെ പൊരുളായി തീരുവാനുള്ളത് മാത്രമല്ല, അത് ഖുർആനിക വിരുദ്ധമായിട്ടുള്ളൊരാശയം ഖുർആനിൻ്റെ കണക്കിൽ ചെലവിൽ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ
ഇതിന് നിർദ്ദേശം കൊടുക്കുന്നതും ഇത് അകമ്പൊരുളിന് നിർദ്ദേശം കൊടുക്കുന്നതും അതെങ്ങനെയായി തീരണം, ഖുർആൻ വിശദീകരിക്കുന്നത് എന്നുള്ള ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നതും ശ്രീനാരായണീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് എന്നതാണ്. അപ്പോൾ അവരുടെ ഹൈന്ദവ വേദത്തിനനുസൃതമായിട്ടുള്ള വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളുമാണ് ഇതിൽ വരിക. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ആ രീതിയിലാണ് ഈ അകമ്പൊരുളിൻ്റെ സംവിധാനം ഉണ്ടായിട്ടുള്ളത് എന്നത് ഈ അകമ്പൊരുളിൻ്റെ ആമുഖം, ഇതിൻ്റെ ഗ്രന്ഥകാരൻ തന്നെ എഴുതിയിട്ടുള്ള ആമുഖം വായിച്ചാൽ നമ്മൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ തീർത്തും ഖുർആനിൻ്റെ അടിസ്ഥാനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള സംഗതികൾ പ്രചരിപ്പിക്കാനാണ് ഈ അകമ്പൊരുൾ രചിച്ചിട്ടുള്ളത് എന്നതാണ് വസ്തുത. അതുകൊണ്ട് ഖുർആനിനോട് പൊരുത്തപ്പെടാത്ത ഒരുപാട് കാഴ്ചപ്പാടുകൾ, വിശ്വാസങ്ങൾ ഇതിൽ കുത്തി നിറച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ള അബദ്ധങ്ങൾ ബോധ്യപ്പെടുകയുള്ളൂ. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഖുർആനിക വ്യാഖ്യാനങ്ങൾ പോലൊരു വ്യാഖ്യാനം എന്നൊരു കാഴ്ചപ്പാടായിരിക്കും അവർക്കുണ്ടാവുക. അതാകട്ടെ അവരെ ദലാലത്തിൽ, ദുർമാർഗത്തിലാണ് കൊണ്ടെത്തിക്കുക എന്നതാണ് വാസ്തവം.